എല്ലാവർക്കും നമസ്കാരം. 2018-ൽ ജാനകി എന്ന പേരിൽ NG ശശി സംവിധാനം ചെയ്ത ഒരു സിനിമ കേരളത്തിൽ സംഭവിച്ചിരുന്നു. അന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ CBFC അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സെൻസർ ബോർഡ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്നില്ലായിരുന്ന എന്ത് കുഴപ്പമാണ് 2025-ൽ എത്തുമ്പോൾ MB പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ടോക്കൺ എന്ന സിനിമയിലെ നായികയായ ജാനകിക്കും പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ ജാനകിക്കും ഉണ്ടാവുന്നത്. ഇവ രണ്ടും പുരാണ ചിത്രങ്ങളോ സീതാദേവിയെ അപമാനിക്കുന്ന ഉള്ളടക്കങ്ങളോ ഉള്ള സിനിമകൾ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ എന്താണ് ഈ രണ്ട് സിനിമകളുടെയും കുഴപ്പം? എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നടനും സംവിധായകനും മോട്ടിവേഷണൽ ബ്ലോഗറുമായ MB പത്മകുമാർ. അദ്ദേഹത്തിൻ്റെ സിനിമ സെൻസർ കഴിഞ്ഞ് അടുത്ത ദിവസം കേന്ദ്രത്തിൽ നിന്നും ജാനകി എന്ന പേര് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ വിഷമം അദ്ദേഹം എന്നോടും പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് അന്ന് മുതൽ കൃത്യമായിട്ട് അറിയാം. ഏബ്രഹാമും ജാനകിയുമാണ് പപ്പൻ്റെ നായകനും നായികയും. രണ്ടും മാറ്റണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ജാനകിയെ മാത്രം കൊന്ന് ഏബ്രഹാമിന് ജീവൻ നൽകാൻ പപ്പന് കഴിഞ്ഞു. അംഗബലവും ആയുധബലവും ഒന്നും ഇല്ലാത്ത സാധാരണക്കാരനായ ഒരു സംവിധായകന്റെ നിസ്സഹായതയായിരുന്നു അത്. ഭരണകൂടമോ നേതാക്കളോ അറിഞ്ഞുള്ള ഒരു കത്രിക പരിപാടി ആണ് ഇതെന്ന് പത്മകുമാർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന അല്ലെങ്കിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് പട്ടും വളയും നേടാനുള്ള ചില വ്യക്തികളാണ് ഇവിടെ കുഴപ്പക്കാർ. മറ്റൊരു കലയ്ക്കും സാഹിത്യത്തിനുമില്ലാത്ത ഒരു സെൻസർ സംവിധാനം സിനിമയ്ക്ക് മാത്രമായിട്ട് വേണോ? കഥകൾക്കോ അല്ലെങ്കിൽ നോവലുകൾക്കോ ടെലിവിഷൻ പരമ്പരകൾക്കോ എന്തിന് OTTയിൽ വന്ന സീരീസുകൾക്ക് അല്ലെങ്കിൽ OTTയിൽ നേരിട്ട് റിലീസ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സിനിമകൾക്കും ഇവിടെ സെൻസർഷിപ്പ് ഇല്ല. ഇന്ന് ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. യൂട്യൂബിൽ വരുന്ന കണ്ടന്റുകൾക്കും സെൻസർഷിപ്പ് ഇല്ല. അതുപോലെ അഡൽട്ട് കണ്ടന്റുകൾക്ക് മാത്രമായിട്ട് പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുപോലെ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതൊന്നും ആർക്കും സെൻസർ ചെയ്യണ്ട. എല്ലാവർക്കും സിനിമ സെൻസർ ചെയ്താൽ മാത്രം മതി. അത് എന്തൊരു ഇരട്ട നീതിയാണ്. സത്യം പറഞ്ഞാൽ കാഴ്ചക്കാരന്റെ തലച്ചോറിലാണ് സെൻസർഷിപ്പ് നടക്കേണ്ടത്. എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് അവനവൻ മാത്രമായിരിക്കണം. ഒരാളൊരു മുന്തിരി ജ്യൂസ് എന്നിട്ട് നമ്മൾ കുടിക്കാൻ തുടങ്ങുമ്പോൾ രുചി കൂട്ടാൻ വേണ്ടി അല്പം ഫ്യൂരിഡാൻ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുടിക്കില്ല. ആ ഒരു വിവേകം കാഴ്ചയുടെ കാര്യത്തിൽ നമ്മൾ സ്വയം തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എവിടെയുള്ളൂ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ സംവിധായകനും ഒരു പുതിയ ആളാണ്. പ്രവീൺ നാരായണന്റെ എത്രയോ വർഷത്തെ തപസ്സാണ് ഈ സിനിമ. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നായകനാവുന്ന വലിയ മുതൽ മുടക്കുള്ള സിനിമയാണ് JSK. അതുപോലെ പത്മകുമാറിന്റെ ടോക്കൺ നമ്പരും ഒരു വലിയ സിനിമ തന്നെയാണ്. അതിന്റെ വലിപ്പം പറയുന്ന ഉള്ളടക്കത്തിലാണ്. അതുപോലെ ഈ രണ്ട് സിനിമകളും അവരുടെ സെൻസർ ബോർഡ് ഇടപെടലുകളും തുടങ്ങി വെച്ച ചർച്ചകൾ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കട്ടെ. ഫെഫ്കയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന ഈ പ്രതിഷേധ സമരത്തിന് എൻ്റെയും എല്ലാവിധ ആശംസയും പിന്തുണയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വർത്തമാനവുമായി വീണ്ടും കാണാം.